ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ജൂൺ മാസ ഫലം. അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ആനുകൂല്യങ്ങൾ, ദൈവാനുകൂല്യവും ഭാഗ്യാനുകൂല്യവും ഒന്നുപോലെ വന്നു ചേരുന്ന ഒരു മാസമാണ് ജൂൺ മാസം. അതായത് രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ബുധൻ തൊഴിൽ സ്ഥാനത്ത് ശ്രീഭദ്രായോഗം കുടുംബ ജീവിതമായാലും തൊഴിൽ ഭാവമായാലും സാമ്പത്തിക ഭാവമായാലും ഒക്കെ ഭദ്രമാകുവാൻ പോകുന്ന തുടക്കം കുറിക്കുന്ന ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. അത് ശുക്രന്റെ അവസ്ഥ കൊണ്ടും അങ്ങനെയാണ്. തൊഴിൽ സ്ഥാനത്തേക്ക് ശുക്രനും ബുധനും തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ 11ാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യും. കണ്ടകശനിയൊക്കെ ഉണ്ട്. അലസതയൊക്കെ വിട്ട് പ്രവർത്തിക്കുക, അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് ചെയ്യുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ രോഗാവസ്ഥകൾ ഉള്ളവർ, അത് പല രീതിയിലാകും. അതായത് കഫസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ട് ഉദരസംബന്ധമായിട്ട് ഒക്കെ അസുഖങ്ങളുള്ളവർക്ക് അസുഖങ്ങൾ ചികിത്സ ഫലിക്കും. അതായത് കണ്ടകശനിയൊക്കെ വന്ന് ഏതെങ്കിലും തരത്തിൽ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഈ ഭാഗ്യം വർദ്ധിക്കുകയും ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്ത ഈ ജൂൺ മാസത്തിൽ രോഗാവസ്ഥകൾ മാറുന്നതിനും ഇന്നലെ വരെ നിങ്ങളെ കുറ്റം പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അല്ലെങ്കിൽ പരസ്പര സഹായം ചെയ്ത് ഒക്കെ മുമ്പോട്ട് പോയിട്ട് കുറ്റം പറഞ്ഞ് നടന്ന ആൾക്കാരെ തിരിച്ചു വന്ന് വളരെ സൗഹാർദ്ദപരമായിട്ട് ഇടപെടുന്നതിനും അങ്ങനെ ഒരു നല്ല സമൂഹത്തിലായാലും ഒരു സ്ഥാനമാനങ്ങളും കുടുംബത്തും ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അത് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ സൂചകമാണ്. പല വിധത്തിലും ഒരു സ്വന്തമായ ഒരു പ്രസ്ഥാനം നടത്തുന്നവർ, അത് ഉൽപ്പാദിത രംഗമാകാം, ചെറിയ ചെറിയ കച്ചവടങ്ങളാകാം, എക്സ്പോർട്ടിംഗ് ആകാം, ഇമ്പോർട്ടിംഗ് ആകാം, അതുമല്ല ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, വിതരണക്കാർ ഓരോ കമ്പനികളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ചെറിയ ചെറിയ സാധനങ്ങളായാലും വലിയ വലിയ വാഹനങ്ങളോ അങ്ങനെ ഉള്ള വസ്തുക്കളോ ഒക്കെ, ഫുഡ് ഐറ്റംസ്, മറ്റ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും മറ്റ് സ്വന്തമായിട്ട് കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ബിസിനസ്സിലൊക്കെ പരാജയപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പ്രസ്ഥാനം മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, ആരും സഹായിക്കാൻ, നമ്മൾ അങ്ങോട്ട് സഹായിച്ച നല്ല പ്രീതിയോടുകൂടിയൊക്കെ നമ്മുടെ സഹായം സ്വീകരിച്ചവർ പോലും നമ്മളെ പൈസ ഉണ്ടായിട്ടും പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ധനം വന്നു ചേരും. അത് ഒരു ലോണായാലും ഒരു കുറിച്ചിട്ടിയായാലും മറ്റ് നല്ല നിങ്ങൾ സഹായിച്ചവരായിരിക്കില്ല, മറ്റാരെങ്കിലും ഒന്ന് സഹായിക്കുന്നതിനോ കുടുംബത്തിൽ നിന്ന് തന്നെ സഹായിക്കുന്നതിനോ അങ്ങനെ ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുരോഗതി ഉണ്ടാകുന്നതിനോ, അതുമല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുക, അങ്ങനെയാണെങ്കിലും ഒരു ഭാഗ്യം വന്നു ചേർന്ന് ധനം വന്നു ചേർന്ന് ശ്രേയസ് വർദ്ധിക്കുന്നതിനും ബിസിനസ്സുകൾ വർദ്ധിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. അത് ഗൃഹ സംബന്ധമായിട്ടും വളരെ നല്ലതാണ്. അതായത് തൊഴിൽ സ്ഥാനത്ത് അത്രയും നല്ല ഭാഗ്യാവസ്ഥകൾ ഉള്ളപ്പോൾ ആ ഗ്രഹങ്ങൾ കുടുംബത്തെ സൂചിപ്പിക്കുന്ന 4ാം ഭാവമായ ധനുരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബപരമായിട്ട് സന്തോഷവും ഐശ്വര്യവും വർദ്ധിക്കും. ഉള്ള ആഗ്രഹം പുതുക്കി പണിയുന്നതിന് ഒരു തീരുമാനം എടുക്കുന്നതിനോ, ഏതെങ്കിലും തരത്തിൽ സ്വന്തം നാട് വിട്ടു പോയി ജോലിയൊക്കെ കരസ്ഥമാക്കി നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടിയൊക്കെ ജോലി നേടുവാൻ സാധിക്കും. പഠിച്ച വിദ്യക്കനുസരിച്ച് ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ പരീക്ഷകൾ എഴുതുന്നവർക്ക് പാസ്സാകുവാനും ഒക്കെ യോഗമുണ്ട്. അതിന് സുഹൃത്തുക്കളുടെയോ സഹോദരസ്ഥാനീയരുടെയോ ഒക്കെ സഹായങ്ങളുണ്ടാകും. കടങ്ങളൊക്കെ കുറഞ്ഞു വരും. പലതരത്തിലും ഒരു വായ്പ ചോദിച്ചിട്ട് തരാതെയൊക്കെ ഇരിക്കുന്നവർ സഹായ മനസ്കതയോടുകൂടി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും കുടുംബ പരദേവതയുടെയും സ്ഥലകാല ദേവതകളുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു മാസവും കൂടിയാണ്. അത് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും IT മേഖലകളിൽ ബന്ധപ്പെട്ട ജോലികളായാലും
മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും സർക്കാർ ജീവനക്കാരായിരിക്കുന്ന അധ്യാപകർ, മറ്റ് പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് അങ്ങനെ ഉള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു നല്ല സമാധാനത്തോടുകൂടി ജോലി ചെയ്യുവാനും അതിൽ നിന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിദ്യാവിജയങ്ങൾ സൂചകമാണ്. വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ പൂർണ്ണ ബലവാനായിട്ട് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു ജോലിക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. പല ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പരാജയപ്പെട്ടു പോയവരാണ് നിങ്ങളെങ്കിൽ ഈ മാസം ശ്രമിക്കുക. ജൂൺ മാസത്തിൽ ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ യോഗമുള്ള ഒരു മാസമാണ്. അത് നല്ല ശമ്പള വർധനവോടുകൂടിയ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ യോഗമുണ്ട്. അതിന് ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ, ശാസ്താ ക്ഷേത്രത്തിലോ ഒക്കെ പോയി നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ ഗണപതി ഹോമം വഴിപാടുകൾ ഒക്കെ പേരിൽ ചെയ്യുന്നതും യഥാശക്തി അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക. പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും പ്രായമായ മാതാപിതാക്കൾ അവർക്ക് അവരുടെ മക്കളോടൊക്കെ ഒത്ത്, കൊച്ചുമക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിന് അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ജീവിക്കുന്നതിന് വിദേശത്ത് അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ്, എന്നും കാണാൻ പറ്റുകയില്ലോ. അപ്പോൾ ഫോൺ വിളിക്കുകയും പരസ്പരം ആശയവിനിമയങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ കിട്ടുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് വിദേശ ധനം കൈകാര്യം ചെയ്യുവാനൊക്കെ യോഗവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു മാസമാണ്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യമാണ്. ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ ഭാഗ്യാധിപത്യം വഹിച്ച് കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പൂർണ്ണമായ വ്യാഴ അനുഗ്രഹങ്ങൾ ഉള്ളത് ഒരു പ്രധാന കാര്യമാണ്. സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സപ്തമഭാവത്തിൻ്റെ അധിപനാണ്. ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്യുമ്പോൾ കുടുംബജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിക്ക് ഉയർച്ച വന്നു ചേരും. അത് സ്ത്രീകളായാൽ അവരുടെ പുരുഷന്മാർക്ക് ഉയർച്ച വന്നു ചേരും. പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ ഒരു പ്രൊമോഷൻ ജോലിക്ക് വന്നു ചേരുക. അതുപോലെ തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുക. പുതിയതായിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുക. അങ്ങനെ പല രീതിയിലാണ് വിജയങ്ങൾ ഈ കന്നി രാശിക്കാരെ തേടിയെത്തുക. ഐശ്വര്യപൂർണമായിരിക്കും കുടുംബജീവിതം. അത് വളരെ ക്ഷമ ഒരു പരിധിവരെ ആവശ്യമാണ്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യുക. ഇന്നെന്നുള്ളത് നാളെ മാറ്റി വെക്കാൻ പാടില്ല. മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം അലസത മൂലം നഷ്ടപ്പെടുത്തി കളയരുത്. ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം ഈ കന്നിരാശിക്കാർക്ക്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.